ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 2-3 പേര് ചോദിച്ചു ഏതാ സ്ഥലം, നല്ല ഭംഗിയുണ്ട്, വീട് കാണാൻ, സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. എൻ്റെ പ്രോപ്പർ പ്ലേസ് വന്നിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്, പട്ടാമ്പിക്ക് അടുത്ത് വല്ലപ്പുഴ എന്നാണ് കേട്ടോ സ്ഥലം. എന്തായാലും ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കണം. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനങ്ങനെ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ പുറപ്പാടൊക്കെ വേഗം കഴിയും. പക്ഷേ മുടി കെട്ടലാണ് വൺ ടാസ്ക്, എത്ര കെട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഒരു ക്രാബ് എടുത്തിട്ടും അതോടെ അങ്ങോട്ട് പരിപാടി തരും. പിന്നെ നമ്മൾ പോണത് ചെപ്പശ്ശേരിക്കാണ്. ചെപ്പശ്ശേരിയിൽ നിന്നും പോകണം കാറൽമണ്ണ. അപ്പോൾ ചെപ്പശ്ശേരി വരെ ബസ്സിന് പോയി, അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോയ്ക്കും പോയി. ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് ആയില്ല എന്നോണം രക്ഷപ്പെട്ടു പോയി. ഞങ്ങളങ്ങനെ പോയി. ഇങ്ങടെ പോണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. കാറൽമണ്ണയാണ് സ്ഥലം. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് തികച്ചില്ല കേട്ടോ. ഓട്ടോയ്ക്ക് പോയാൽ ഒരു 60 രൂപയൊക്കെ വേണം. ഇങ്ങനെ പോയി കഴിയുമ്പോഴേ നല്ല ഭംഗിയുള്ളൊരു മതിൽ കാണാം, ചെപ്പശ്ശേരി ഹൈസ്കൂളിൻ്റെ മതിൽ. ഭയങ്കര ക്രിയേറ്റീവാണ്. ഞാൻ അത്രയും ഭംഗിയുള്ള മതിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. നല്ല ഭംഗിയുള്ള മതിലും പിന്നെ അതിൻ്റെ ചുറ്റുവരല്ല, ആ ലോങ് അങ്ങനെയും ആൽമരവും ഉണ്ടാവും. അതൊരു പ്രത്യേകതയാണ് അത് കാണാൻ തന്നെ. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അതുകൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ. കുട്ടീനെ കൊണ്ട് ബസ്സിൽ പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ചെറുപ്പത്തിലൊക്കെ അവൻ ഒതുങ്ങിയിരുന്നത്, പക്ഷെ ഇപ്പോൾ തീരെ ഇരിക്കില്ല. ബസ്സിൽ ഞാൻ എടുത്ത് മണ്ടേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങളുടെ ഓട്ടോ വിളിക്കാൻ വിചാരിച്ചത്. ഇത് നമ്മളെ ഏട്ടൻ്റെ ടീ ഷോപ്പാണ് കേട്ടോ. ടീ ഷോപ്പ് എല്ലാ സംഭവം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, എന്തായാലും ഒന്ന് പോകണം. പിന്നെ നമ്മൾ ഓട്ടോ ഒന്ന് നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പാടെ മിന്നു കണ്ടില്ല, ഇതാണ് ഞങ്ങളുടെ മിന്നു. ഞങ്ങളെ കുറേ കാലം കൂടി കുറേ കാലം ഒന്നല്ല കേട്ടോ, അപ്പുറത്ത് വന്നിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കാണണേൻ്റെ സന്തോഷമാണ് അവൾക്ക്. അങ്ങനെ കുറേ നേരം അവളെ കൊഞ്ചിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ അമ്മേനോടും വലിയമ്മേനോടും ഒക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. വലിയമ്മയ്ക്ക് കുറേ വർത്താനം പറയാനുണ്ടാവും. വലിയമ്മേനോടും അമ്മേനോടും അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ എഴുത്തമ്മ വർക്കിന് പോകണ്ട, ഒരു നൈറ്റാണ്. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വലിയമ്മ ഞങ്ങളെ കണ്ട പാടെ അങ്ങനെ കുറേ മാങ്ങയൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ മറ്റേ മുട്ടിക്കുടി മാങ്ങ പറയില്ലേ, അതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുറ്റത്ത് കൂടെ നിറങ്ങിയപ്പോഴേക്കും മഴ പെയ്തപ്പോഴേക്കേ നിറയെ എന്താ പറയുക, കാശിത്തുമ്പ തുറ്റുണ്ടായിരുന്നു. ഇതെല്ലാം ഫുള്ള് പൂട്ടുന്ന നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ അപ്പുറത്തെ സൈഡിലും റോഡാണ്, ഇപ്പുറത്തെ സൈഡിലും റോഡാണ്. വണ്ടികളുടെ ശല്യം കാരണം വീടിൻ്റെ അകത്ത് പോലും ഇരിക്കാൻ പറ്റില്ല, അമ്മാതിരി സൗണ്ടാണ്. ഇപ്പോൾ ആദ്യം ഇത്ര വലിയ റോഡാണെന്ന് അറിഞ്ഞില്ല, ഇപ്പോൾ 4 വരി പാതയൊക്കെ വന്നിട്ട് ഭയങ്കര നോയ്സാണ്. പിന്നെ ഞാൻ മൊത്തത്തിൽ പറമ്പിൽ കൂടെയും ഒക്കെ പോയി വലിയമ്മയുടെ വർത്താനൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന്. എനിക്കിവിടെ വീടിൻ്റെ ഉള്ളിലോ പുറത്തൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിലേ ഏതോ ട്രാഫിക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഫീലാണ് വരിക. അത്രയ്ക്കും വണ്ടിയുടെ സൗണ്ട് പറഞ്ഞാൽ അത്രയ്ക്കും വണ്ടിയുടെ സൗണ്ടാണ്. പിന്നെ വലിയമ്മ അവിടെ ഉണ്ടായ സാമ്പയ്ക്ക് കൊടുന്നു തന്നു കേട്ടോ, നല്ല പുളി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അമ്മേനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ TV കണ്ടിരുന്നു. അപ്പോൾ വലിയമ്മ പറഞ്ഞു മാമ്പഴപ്പുളിശ്ശേരിയാണ്. ഞാനാച്ചാൽ മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാൻ കൊതിച്ച് നടക്കായിരുന്നു. ഇവിടെ എൻ്റെ വീട്ടിൽ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ വെക്കില്ല. എനിക്ക് ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പ്രഗ്നൻ്റ് ആയതിന് ശേഷം എൻ്റെ ഫേവറേറ്റായി മാറിയതാണിത്. വലിയമ്മ വെച്ചേരും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ വന്ന ദിവസം എന്തായാലും മോശമായില്ല. മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു.